ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ. സ്വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി. കർത്താവായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിക്കട്ടെ. മീഖ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ അവർ വയലുകളെ മോഹിച്ച് പിടിച്ചു പറിക്കുന്നു, അവർ വീടുകളെ മോഹിച്ച് കൈക്കലാക്കുന്നു. അങ്ങനെ അവർ പുരുഷനെയും അവൻ്റെ ഭവനത്തെയും മനുഷ്യനെയും അവൻ്റെ അവകാശത്തെയും പീഡിപ്പിക്കുന്നു. ചില ഭരണാധികാരികൾ എന്തിനും മടിയില്ലാത്ത സ്വാർത്ഥന്മാരായി മാറുന്നു. വയലുകളും വീടുകളും മോഹിച്ചു പിടിച്ചു പറിക്കുന്നു, കുടുംബങ്ങളെ അനാഥരാക്കുന്നു. ദൈവസഭ ജാതീയ സമുദായങ്ങളുടെ അവകാശങ്ങൾ നൽകാതെ സർക്കാരുകൾ പീഡിപ്പിക്കുന്നു. നല്ലത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും ഭരണാധികാരികൾക്ക് നേരമില്ല. ചർച്ച് ബില്ല് കൊണ്ടുവന്ന് അനീതി നടത്തുവാൻ മോഹിക്കുന്നവരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം. ഇത് വഖഫ് പോലുള്ള ബില്ലല്ല, വഖഫ് ബോർഡും അല്ല. വഖഫ് ബില്ലാണെങ്കിൽ വായിച്ചു കേട്ട ദൈവത്തിൻ്റെ തിരുവചനം പോലെയാണ്. ചർച്ച് ബില്ലിൽ ക്രിസ്ത്യൻ സ്വത്തുക്കളുടെ കാര്യമല്ല നോക്കേണ്ടത്. ഇന്ത്യയിൽ ക്രിസ്ത്യാനികളുടെ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കേണ്ട ബില്ലായിരിക്കണം നടപ്പിലാക്കേണ്ടത്. നിരവധി വിഭാഗത്തിൽപ്പെട്ട ക്രിസ്തീയ സഭകൾ ഇന്ത്യയിൽ ഉണ്ട്. കത്തോലിക്ക, മാർത്തോമ, മലങ്കര, ഓർത്തഡോക്സ്, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന അങ്ങനെ നിരവധി പെന്തക്കോസ്റ്റ് സഭകളും ഇന്ത്യയിലും കേരളത്തിലുമുണ്ട്. ക്രിസ്ത്യാനികളുടെ ഭൂമികളെല്ലാം പണ്ട് മുതലേ കൈവശമുള്ളതും അവർക്ക് അവകാശപ്പെട്ടതും ആണ്. സ്വകാര്യ ഭൂ ഉടമകളിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയതും ധാരാളം ഭൂമികൾ ഉണ്ട്. ആരുടെയും ഭൂമി കവർന്നെടുത്ത് തട്ടിപ്പറിച്ച് കൈവശമാക്കിയ ഭൂമികളൊന്നും ക്രൈസ്തവരുടെ കീഴിൽ ഇല്ല. ക്രൈസ്തവരെ മുഴുവനും ചർച്ച് ബില്ലിൻ്റെ പേരിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന ദുഷ്ടശക്തികൾക്ക് എതിരെ പോരാട്ടം നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ക്രൈസ്തവ സാമൂഹിക ക്ഷേമ ബോർഡ് നടപ്പിൽ വരുത്തുക. കേരളത്തിൽ ക്രൈസ്തവ ബോർഡ് എല്ലാ ക്രിസ്ത്യാനികൾക്കുമുള്ള ബോർഡായി സ്ഥാപിക്കണം. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്ത് നടത്തണം. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്തുകൊണ്ട് നടപ്പിൽ വരുത്തുന്നില്ല? അതിൻ്റെ അവസ്ഥ എന്തായി? 6,75,000 പരാതികൾ എല്ലാ സഭക്കാരും നൽകിയിട്ടുണ്ട്. 300ഓളം നിർദ്ദേശങ്ങളും എല്ലാ സഭക്കാരും പെന്തക്കോസ്റ്റ് സഭ ഉൾപ്പെടെ സമർപ്പിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ ഇപ്പോൾ എവിടെ, ഏത് അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നു? ഇതൊന്നും ഇവിടുത്തെ ഭരണാധികാരികൾ, രാഷ്ട്രീയക്കാർ ചോദിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല.
ന്യൂനപക്ഷങ്ങൾക്ക് എതിരായി എല്ലാവരും ഇപ്പോഴും ഒരുമിച്ച് കൈകോർത്ത് നിൽക്കുകയാണ്. പെന്തക്കോസ്തുകാരെ അവഗണിക്കുന്ന നിലപാട് സർക്കാർ മാറ്റണം. ഹല്ലേലൂയ. പെന്തക്കോസ്റ്റ് ഹല്ലേലൂയ ഒരു സർട്ടിഫിക്കറ്റ് പോലും അക്ഷയുടെ പോർട്ടലിൽ ഇല്ല. അത് കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് അത് ആ പോർട്ടൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെടുത്തു മാറ്റിയ ഹല്ലേലൂയ പെന്തക്കോസ്റ്റുകാർക്ക് എതിരായിട്ടുള്ള പിശാചുക്കളെ ഹല്ലേലൂയ പുറത്തു കൊണ്ടുവരണം. ഹല്ലേലൂയ ആ പോർട്ടൽ വീണ്ടും ഗവൺമെന്റ് പുനഃസ്ഥാപിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല പെന്തക്കോസ്റ്റുകാരെ ഹല്ലേലൂയ അവരുടെ ഹല്ലേലൂയ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രത്യേക പാക്കേജ് ഗവൺമെന്റ് നടപ്പിലാക്കണം. ദരിദ്രരായ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർക്ക് സർക്കാർ മാസാമാസം പെൻഷൻ ഹല്ലേലൂയ നൽകുവാൻ നടപടി ഉണ്ടാകണം. ഇന്ത്യയിലെ 1-2 സ്റ്റേറ്റുകളിൽ ഇപ്പോഴും ദരിദ്രരായ പെന്തക്കോസ്റ്റ് പാസ്റ്റർമാർക്ക് പെൻഷൻ മാസാമാസം നൽകി വരുന്നുണ്ട്. മന്ത്രവാദത്തിനും ആഭിചാരത്തിനും ഗൂഢോത്തരത്തിനും ജിന്നിനും എതിർപ്രാർത്ഥന നടത്തുന്ന സാത്താൻ സഭകൾക്കും എതിരെയുള്ള സർക്കാർ നിയമം ഇപ്പോൾ എവിടെ? 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ കരട് നിയമം സർക്കാർ തയ്യാറാക്കിയതല്ലേ? ചില സാത്താൻ സേവ എതിർപ്രാർത്ഥന സ്ഥാപനക്കാർ ഇതിൽ ഇടപെട്ട് തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. കുറേ സാത്താൻ സേവ എതിർപ്രാർത്ഥന ആലയങ്ങൾ ഹല്ലേലൂയ പൂട്ടി സ്ഥലം വിട്ടിരിക്കുകയാണ്. മന്ത്രവാദത്തിന് എതിരെയുള്ള നിയമനിർമ്മാണ ഫയൽ പുറത്തു കൊണ്ടുവരിക, അത് നടപ്പിലാക്കുക. ഹല്ലേലൂയ. അത് കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും ആ നിയമം കൊണ്ടുവരിക. ക്രൈസ്തവർക്ക് എതിരെ നടത്തുന്ന എല്ലാ പ്രശ്നങ്ങളും സർക്കാർ അവസാനിപ്പിക്കണം. കത്തോലിക്ക പെന്തക്കോസ്റ്റ് ചർച്ചുകളുടെ നേരെയുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുവാൻ മന്ത്രിസഭാ തലങ്ങളിൽ ചർച്ചകൾ നടത്തണം. ഹല്ലേലൂയ. ന്യൂനപക്ഷമായ ഹല്ലേലൂയ ക്രൈസ്തവരെ എല്ലാ ഹല്ലേലൂയ പാർട്ടികളും ഹല്ലേലൂയ കൈവിട്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഹല്ലേലൂയ ക്രൈസ്തവർ ഉണരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 22-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കുകയും അരുത്. നിങ്ങൾ മിസ്രയീം ദേശത്ത് പരദേശികൾ ആയിരുന്നുവല്ലോ. ഇസ്രായേലിൻ്റെ ദൈവം ഹല്ലേലൂയ പറയുകയാണ്, ഹല്ലേലൂയ പരദേശിയെ പീഡിപ്പിക്കരുത്, ഉപദ്രവിക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ പൂർവികന്മാർ പണ്ട് മിസ്രയീം ദേശത്ത് നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ കൂട്ടത്തോടെ ഹല്ലേലൂയ പല രാജ്യങ്ങളിലും കടന്നു വന്ന കൂട്ടത്തിൽ ഇന്ത്യയിലും ഹല്ലേലൂയ അവർ ഹല്ലേലൂയ കടന്നു വന്ന് ഹല്ലേലൂയ ഇവിടെ കൂട്ടമായി അവർ വാസമുറപ്പിച്ച് അങ്ങനെ ഹല്ലേലൂയ നമ്മളെല്ലാവരും ഹല്ലേലൂയ ഇപ്പോൾ ഹല്ലേലൂയ ഇന്ത്യയിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ഇത്തരം വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശക്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി വാ.
വർഗീയത്തിയെ ഇറങ്ങി എന്നിൽ വാ, ഇറങ്ങി എന്നിൽ വാ, മഴ പോലെ പെയ്തിറങ്ങി വാ, മഴ പോലെ പെയ്തിറങ്ങി